മോള് തുറന്നു ഇപ്പൊ നമ്മള് പോവും. ഇത് കിട്ടിയോ? ഇല്ല, വെയിറ്റ് ചെയ്യണം. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫൈനലി നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നു. ഫസ്റ്റ് ലുക്കിലും പാർക്കിങ്ങിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഫുഡ് കൂടി കഴിച്ചിട്ട് ബാക്കി അഭിപ്രായം പറയാം. അപ്പം നമ്മൾ കുബാബ മന്തിയിലാട്ടോ വന്നത്. കുബാബ പുതിയതായിട്ട് കോഴിക്കോട് തുടങ്ങിയിട്ടുള്ള ഒരു മന്തിക്കടയാണ്. ഇത്രമാത്രം തിരക്ക് ഞാൻ മന്തി കഴിക്കാൻ കോഴിക്കോട് ഉണ്ട് എന്നുള്ളത് സത്യം പറയാൻ എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. എനിക്ക് എൻ്റെ റെക്കോർഡിങ്ങിലുള്ള വോയിസ് പോലും മര്യാദയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. മൈക്ക് ഉപയോഗിച്ചിട്ട് പോലും അത്രമാത്രം ആൾക്കാരെ നിങ്ങൾക്ക് കാണാമല്ലോ. ഒരുപാട് ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തന്നെ ഒരുപാട് നേരം കാത്തുന്നതിന് ശേഷമാണ് നമുക്കിവിടെ സീറ്റ് കിട്ടിയത്. അതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ ചെയ്യുന്നുണ്ടോ. അവിടെ 2-3 സോസ് പോലത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നമ്മുടെ പുളിയച്ചാറൊക്കെ ഉണ്ടായിരുന്നില്ല പണ്ട് നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെയാണ് അതിലുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ കുറേ ടൈം ഉണ്ടായിരുന്നു. കാരണം അത്രയും ടൈം നമ്മൾ ഏകദേശം 1-1.5 മണിക്കൂർ അവിടെ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമുക്ക് കിട്ടിയത്. സോഫ്റ്റ് ലോഞ്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു കോഴിക്കോട് എന്ത് സാധനം വിറ്റാലും ഹിറ്റാവും. ഫുഡാണെങ്കിൽ ഹിറ്റായിരിക്കും എന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഹൈപ്പിൽ വന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫാക്ട് എന്താണെന്നും കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ കഴിക്കണോ, നിങ്ങൾ പോയി നോക്കണോ, വൺ ടൈം ട്രൈ ചെയ്യണോ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ലെങ്ത് വീഡിയോ ആണല്ലോ. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ ഫുഡ് ഇപ്പോൾ വരും. വന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. നമ്മളെന്താ ഓർഡർ ചെയ്തത്? നമ്മൾ ഇവരുടെ സിഗ്നേച്ചർ ആയിട്ടാണ് ഓർഡർ ചെയ്തത്. അതിന്റെ പേരെന്താ? ഓർഡർ ചെയ്തില്ല. ഓർഡർ ചെയ്തല്ല, അവര് നമ്മളെ ഓർഡർ ചെയ്യിപ്പിച്ചത്. വേറെ ഷവായ മന്തിയായിരുന്നു. മസാല ഷവായ മന്തി. ഇല്ല, 45 അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനം അവിടെ അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ. 45 മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഷവായ മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ അതിൽ നമുക്ക് കണ്ടതിൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മന്തിയാണ് കേട്ടോ. അവിടെ ഒരു സ്പെഷ്യൽ സിഗ്നേച്ചർ ഐറ്റമാണ് ഈ ഒരു കാര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം തരക്കേടില്ല. ഞാൻ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ അടിപൊളി. ഇവിടുത്തെ ആംബിയൻസേ അടിപൊളിയാട്ടോ. അപ്പോൾ എൻ്റെ ആംബിയൻസ് തന്നെ കോഴിക്കോട് വേറൊരു മന്തി ഷോപ്പിൽ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ ഇതിൻ്റെ റൈസ് ഭയങ്കര ഫ്ലേവർഫുള്ളാണ് കേട്ടോ. അവരോട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. റൈസ് ഭയങ്കര ഫ്ലേവർഫുള്ളാണ്. ഐ മീൻ നമ്മൾ വായിലിട്ടാൽ തന്നെ ആ ഫ്ലേവർ നമുക്ക് ആ ഫ്ലേവർ കിക്ക് അടിക്കും കേട്ടോ. അത് നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള റൈസായിരുന്നു. ഈ ചിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ചിക്കൻ ഉണ്ട്. ഈ ഒരു പ്രത്യേകിച്ച് ചിക്കൻ ആണെങ്കിൽ ഇതൊരു നമ്മുടെ എന്താ പറയുക ബട്ടർ ചിക്കനൊക്കെ ഇല്ലേ, ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ മധുരമൊക്കെ ഉള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് എൻ്റെ വൈഫിനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളത് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോട് ചോദിച്ചിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. നിതീഷിനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്നാണ് പറയണത്. വിജീഷാണ് നമ്മുടെ പുതിയ അതിഥി കേട്ടോ. അപ്പോൾ പുള്ളിക്കും ഇഷ്ടമായെന്നാണ് പറയണത്. അപ്പോൾ വോയിസ് ഭയങ്കര നോയ്സ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു കേട്ടോ. അതാണ് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ മസാല ഉള്ളായിരുന്നത്. ഒരു എന്താ പറയുക സോസ് പോലത്തെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു മസാലയായിരുന്നു കേട്ടോ. ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഒരു ആ ടൈപ്പിൽ മസാലയായിരുന്നു. പിന്നെ ചിക്കനൊക്കെ അത്യാവശ്യം കുക്ക്ഡ് ആയിരുന്നു. നമുക്ക് അതിൻ്റെ കൂടെ സൈഡായിട്ട് കിട്ടിയ ഒരു വെജിറ്റബിൾസും വെജീസും സാധനങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മയണൈസ് ആണെങ്കിലും എക്സ്ട്രാ സോസും കാര്യങ്ങളാണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് പറ്റിയൊരു കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? പകുതി ഒരു റൗണ്ട് കഴിഞ്ഞില്ലേ? പറ. മൈക്ക് മേലേക്കാക്കില്ല. ഫുഡ് കുഴപ്പമില്ല. അവർ സിഗ്നേച്ചർ ഐറ്റം എന്ന് പറഞ്ഞ ഒരു സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷെ ഇതിന് സിഗ്നേച്ചർ ഐറ്റം ആവാനുള്ള ഒരു ഹൈപ്പ് ഉള്ളതായിട്ട് തോന്നില്ല. നോർമൽ മന്തി കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി കഴിച്ച വെച്ചിട്ട് റൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റൈസ് ഫ്ലേവർ ആണ്. ഫ്ലേവർ ഉണ്ട്, പക്ഷെ അങ്ങനെ ഓവർ ഫ്ലേവേർഡും അല്ല. കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. കാരണം ആരും നല്ലത് പറയാൻ പറ്റില്ലല്ലോ. സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയാനില്ല. ചിക്കൻ അത്ര റൈസ് നല്ലതാണ്. ചിക്കൻ എനിക്ക് ചിക്കനും റൈസും ഇഷ്ടപ്പെട്ടു. എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നോർമൽ റേറ്റഡ് അല്ലേ ജീനെ? ബില്ലിനെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കൂടുതലായിട്ടൊന്നും തോന്നില്ല. നോർമൽ റേറ്റഡ് പോലെ തന്നെയാണ്. ഇങ്ങനെ എക്സ്പീരിയൻസ് ഇവരുടെ ആംബിയൻസ് ഒക്കെ നല്ലതായിട്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് കേട്ടോ കുബാബ എന്നുള്ളത്. റഹ്മത്തിൻ്റെ അടുത്താട്ടോ, നമ്മുടെ കോഴിക്കോട് അങ്ങാടിയിലുള്ള റഹ്മത്തിൻ്റെ അടുത്താണ് ഇത് ഷോപ്പ് വരുന്നത്. പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അവർ വേറെ വാലറ്റ് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.